ആലോചിച്ചിട്ട് വയ്യ. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? പാതി വഴി പോലും പിന്നിട്ടിട്ടില്ല. ഇപ്പോഴേ വയ്യാതായ എങ്ങനെ അനന്തപുരിയിൽ എത്തും? അത്ര ദൂരം എത്തുമ്പോഴേക്കും എന്റെ കാലൊടിഞ്ഞു നുറുങ്ങുമെന്നാ തോന്നുന്നേ. അടുക്കളയും വീടിന്റെ മുറ്റവും താണ്ടാത്തവര് ഇത്ര ദൂരം നടന്നാ കാല് വേദനിക്കും. അതുകൊണ്ടാ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. വരണമെന്നുള്ളത് പുഷ്കലയുടെ നിർബന്ധമല്ലേ, എന്റെ അല്ലല്ലോ. തർക്കം വേണ്ട. ഇനി തർക്കിച്ചു നിന്ന് സമയം കളഞ്ഞാലേ രാത്രി ആയാലും അങ്ങടെ അനന്തപുരിയിൽ എത്തില്ല. നടക്ക് നടക്ക്. അയ്യോ, എനിക്ക് വയ്യേ. എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലേ അമ്മേ? ഓ, അത്ര വലിയ ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടാ. ഇത്രയും നടന്നാ ആർക്കായാലും വയ്യാണ്ടാവും. കുടുംബം പുലർത്താൻ ഞാൻ എത്രയാ കഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? നെയ്തെടുത്ത പട്ടുതുണികളും കൊണ്ട് മലയനാടും തമിഴ് ഗ്രാമങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാ പോകുന്നത്. നിങ്ങൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി. നാടായ നാടൊക്കെ താണ്ടി വീട്ടിലെത്തുമ്പോ ഒരിത്തിരി സംഭാരം ചോദിച്ചാ തന്നെ എടുത്ത് കുടിച്ചൂടെ? ഞാനിവിടെ അടുക്കളയിൽ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ എന്നൊരു ചോദ്യവും. ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്താ എന്റെ കഷ്ടപ്പാടെന്ന്? എന്നും നടക്കുന്നവർക്ക് ഇത് അത്ര വലിയ അധ്വാനമൊന്നും അല്ല. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? എന്റെ അച്ഛ, അമ്മയോട് പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? ഓ, ഇപ്പൊ അതും ഒരു കുറ്റായോ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഒന്നും മിണ്ടാറില്ലല്ലോ. നിങ്ങളോട് ഞാനൊന്നും പറയരുതെന്നാണോ? അങ്ങനെയൊന്നും ആരും ഇവിടെ പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയാം. എനിക്കാവതില്ല എന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും എന്നെ കൊണ്ടുപോകാൻ വയ്യ. അതല്ലേ അച്ഛനും മോളും കൂടി എന്നെ കുറ്റം പറയുന്നേ. എന്റെ പൊന്നമ്മേ, അമ്മയില്ലാതെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? യാത്ര കഴിഞ്ഞു വരുമ്പോ അച്ഛൻ കണ്ട നാടുകളെ കുറിച്ചൊക്കെ പറയുന്ന കഥകൾ കേട്ടല്ല ഞാൻ വളർന്നത്. അപ്പോ ആ നാടൊക്കെ കാണാൻ അന്ന് മുതലേ ഉള്ളിലൊരു മോഹം ഉണ്ടായിരുന്നു. അതാ ഒരവസരം വന്നപ്പോ ഞാൻ നിർബന്ധം പിടിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്താ? എന്നെ കൊണ്ടുപോണെങ്കിൽ അമ്മയും വരണമെന്ന്. എന്നിട്ട് ആ അച്ഛനോടാണോ അമ്മയെ കൊണ്ടുപോകാൻ മടിയാണെന്ന് പറയുന്നത്? അത് ഞാൻ പെട്ടെന്ന് വിഷമം വന്നപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. ഈ അമ്മയുടെ ഒരു കാര്യം. ഒന്ന് വേഗം വരൂ. ഇങ്ങനെ പോയാ രാത്രി വനത്തിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും. നടക്കൂ നടക്കൂ. അച്ഛാ, ക്ഷേത്രത്തിലൊന്ന് കയറി ഭഗവാനെ ദർശിച്ചിട്ട് പോയാലോ? അയ്യോ മോളെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും താമസിച്ചാ ബുദ്ധിമുട്ടാവും. മടക്ക യാത്രയിൽ നമുക്ക് ദർശനം നടത്താം. ഇല്ല അച്ഛാ, കുറച്ചു സമയം മതിയല്ലോ. നമുക്കൊന്ന് കയറി തൊഴുതിട്ട് പെട്ടെന്ന് പോവാം. ക്ഷേത്രനടയിൽ എത്തിയ സ്ഥിതിക്ക് ഭഗവാനെ ദർശിക്കാതെ പോകുന്നത് ദൈവനിഷേധം ആവില്ലേ? എന്നാ വരൂ, വേഗം ആവട്ടെ.
ആ. ആ. അതെ, ദർശനത്തിനാണോ? ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചൂലോ. തിരുമേനി, ഇനി എപ്പോഴാ നട തുറക്കുക? ദീപാരാധനയ്ക്കായി ഇനി സന്ധ്യയ്ക്ക് നട തുറക്കും. എവിടുന്നാ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ശേഷാദ്രി അയ്യർ, അന്യദേശത്തു നിന്നാണ്. എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. നടയടച്ചു. ഇനി പ്രദോഷ ദീപാരാധനയ്ക്ക് നട തുറക്കൂ. നമുക്ക് പുറപ്പെടാം. തിരികെ വരുമ്പോ ഭഗവാനെ ദർശിക്കാം. ഇല്ല അച്ഛാ, നമുക്ക് നട തുറന്ന് തൊഴുതിട്ട് പോവാം. എന്താ മോളി പറയുന്നേ? തൊഴുതിറങ്ങുമ്പോ സന്ധ്യ കഴിയില്ലേ? രാത്രിയില് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും? ശരിയാ. നിശാചരന്മാരും വന്യജീവികളും ഒക്കെ ഉള്ള വനത്തിലൂടെ 2 സ്ത്രീകളുമായിട്ട് യാത്ര ചെയ്യാനാവോ? എന്നാൽ ഇന്നിവിടെ എങ്ങാനും തങ്ങിയിട്ട് ഭഗവാനെ ദർശിച്ച് നാളെ പോവാച്ചാ. എന്തിനാ മോളെ ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നത്? ഇവിടെ എങ്ങും രാത്രി തങ്ങാനുള്ള സൗകര്യം ഇല്ലാന്ന് അറിയില്ലേ? മറിച്ച് കൊട്ടാരത്തിലെത്തിയാൽ അവിടെ തങ്ങിയിട്ട് രാവിലെ തന്നെ പുറപ്പെടാം. അച്ഛൻ പൂജാരിയോടൊന്ന് ചോദിച്ചു നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും അന്തി ഒരുങ്ങാനുള്ള സൗകര്യം തരപ്പെടുവോന്ന്. ആഹാ, എന്താ ഇവിടെ തന്നെ നിന്നത്? ഇപ്പൊ പുറപ്പെട്ടാലേ ഇരുട്ടും മുമ്പ് അനന്തപുരിയിലെത്തൂ. ശരിയാണ് തിരുമേനി. പക്ഷേ മകൾക്ക് ദീപാരാധന തൊഴുതിട്ട് പോയാ മതിയെന്ന് ഒരേ നിർബന്ധം. ഇരുട്ടിയാൽ യാത്ര ദുഷ്കരമാണെന്നും രാത്രി ഇവിടെ തങ്ങാൻ സ്ഥലമില്ലെന്നും പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നില്ല. അതെ, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വനപ്രദേശമല്ലേ. വേണച്ചാൽ നമ്മുടെ ഇല്ലത്തുകൂടാ. അവിടെ നമ്മുടെ സഹധർമ്മിണിയും മകളും മാത്രമേ ഉള്ളൂ. പക്ഷേ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. അത് സാരില്ല. ഇന്നിവിടെ നിന്നാ ഭഗവത് ദർശനം കിട്ടുമല്ലോ. അതൊരു വലിയ പുണ്യമല്ലേ? എന്നാ പിന്നെ ഇല്ലത്തേക്ക് പോവാം. അനന്തപുരിയിലേക്കുള്ള യാത്ര നാളത്തേക്കാക്കാം. അയ്യോ, അത് സാധ്യമല്ല. എനിക്കിന്ന് അവിടെ എത്തിയേ തീരൂ. ഇവരെ അങ്ങയുടെ ഇല്ലത്ത് പാർപ്പിച്ചിട്ട് ഞാൻ യാത്ര തുടരാം. നാളെ പുലർച്ചെ മടക്കയാത്ര ആരംഭിച്ചാൽ തിരിച്ചെത്തി ഭഗവത് ദർശനവും നടത്തി അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങാലോ. അങ്ങനെ ആവട്ടെ. ഈശ്വരേശ എന്താണെന്ന് വെച്ചാൽ അതല്ലേ നടക്കൂ. വരൂ, നമുക്ക് ഇല്ലത്തേക്ക് പോവാം. എടുക്കാം. ഇവൾ എന്റെ മകൾ കോകില. അമ്മയോടെ മോളെ? അകത്തുണ്ട്. ആ, വിളിക്ക്. അതെല്ലോ. മഹാലക്ഷ്മി, ഇത് ശേഷാദ്രി അയ്യർ. പ്രണാമം. ഇവർ അനന്തപുരം കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവർ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്കും നടയടച്ചു. ഇനി സായങ്കാല പൂജ കഴിഞ്ഞ് നട തുറന്ന് ഭഗവാനെ ദർശിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് കുട്ടിക്ക് ഒരേ നിർബന്ധം. അങ്ങനെയാവുമ്പോ അനന്തപുരത്തെത്താൻ ഒരുപാട് വൈകും. ശേഷാദ്രി അയ്യർ പോയി മടങ്ങും വരെ ഇവരിവിടെ കൂടിക്കോട്ടെ. എന്തേ? അയ്യോ, അതിനെന്താ, സന്തോഷേ ഉള്ളൂ. ഇതുവഴി പോകുന്നവർക്ക് ഭഗവാനെ ദർശിക്കാതെ പോകാൻ തോന്നില്ല. അതെ അതെ. മോളെ, ഇവർക്ക് കുടിക്കാൻ കുറച്ച് സംഭാരം എടുക്കാം. ശരി. നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്പം വിശ്രമിച്ചിട്ടാവാം യാത്ര. അയ്യോ, ഇനിയും താമസിച്ച കൊട്ടാരത്തിലെത്താൻ ഒരുപാട് വൈകും. തിരിച്ചു വന്നിട്ട് വിശദമായി കാര്യങ്ങൾ പറയാം. ഇപ്പോ എന്നെ പോകാൻ അനുവദിക്കണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കുടുംബത്തെ കരുതി പരിഭ്രമം ഒന്നും വേണ്ട.
അങ്ങ് തിരിച്ചെത്തുന്നത് വരെ ഇവരിവിടെ സുരക്ഷിതരായിരിക്കും. ശരി. സ്വാമി ശരണം. പുഷ്കലേ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. വരൂ, അമ്മ അന്വേഷിക്കാം. ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക. പുഷ്കലേ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അസത്യം പറയുന്ന ശീലം എനിക്കില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ചിലപ്പോ എന്റെ തോന്നലാവാം, എങ്കിലും എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തിനാ എത്ര മുഖവുര? എന്താണെങ്കിലും ചോദിച്ചോളൂ. ഭഗവത് ദർശനത്തിനെന്ന് പറഞ്ഞു നിന്നെങ്കിലും പുഷ്കലയുടെ കണ്ണും മനസ്സും മറ്റാരെയോ തേടുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ദീപാരാധന സമയത്തും ശ്രീകോവിലേക്കായിരുന്നില്ല ശ്രദ്ധ. കോകില പറഞ്ഞത് ശരിയാ. ഞാനിവിടേക്ക് വന്നപ്പോ ഒരു യുവാവ് ആനപ്പുറത്ത് പോകുന്നത് കണ്ടു. എത്രയോ കാലമായി എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ ദർശിച്ചിരുന്ന അതേ രൂപമായിരുന്നു അദ്ദേഹത്തിന്. ദുഷ്ടന്റെ വാക്കു കേട്ട് പ്രവർത്തിക്കുന്നവനെ കഷ്ടജന്മങ്ങൾ കാത്തിരിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ
ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം. സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം. അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം. ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം. ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം. ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം. ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം. പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം. പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ